ആലപ്പുഴ ചേർത്തലയിൽ വീട്ടിൽ നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രതിയുമായി നടത്തിയ പരിശോധനയിലാണ് വീണ്ടും അവശിഷ്ടം കണ്ടെത്തിയത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ആലപ്പുഴ ചേർത്തലയിൽ വീട്ടിൽ നിന്നും വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പ്രതിയുമായി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. വൃന്ദ, ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും ഈ ഒരു പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുകയാണ്. നേരത്തെ അസ്ഥിക്കൂടങ്ങളും മറ്റും കണ്ടെത്തിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം അര മീറ്റർ നീങ്ങി, അല്ലെങ്കിൽ ഏകദേശം 10 മീറ്റർ നീങ്ങിയാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ വലിയൊരു ഭാഗം അല്ലെങ്കിൽ വലിയൊരു സാധനമൊന്നുമല്ല കണ്ടെത്തിയിരിക്കുന്നത്. ചെറിയൊരു പോർഷൻ മാത്രമാണ്, അതായത് ഏകദേശം ഒരു കൈയിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പോർഷൻ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ചതുപ്പ് നിലയത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയതിനെ തുടർന്നാണ് ഈ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ ആ ഒരു പ്രദേശത്തുണ്ട്. ഇനി അതിനുവേണ്ട തുടർ നടപടികൾ അവർ കൈക്കൊള്ളും. സെബാസ്റ്റ്യനുമായി അല്പം മുമ്പാണ് ഈ ഒരു സ്ഥലത്ത് ക്രൈംബ്രാഞ്ച് പരിശോധനയ്ക്ക് എത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കേസിലേറെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ ഒരു അസ്ഥികൂടം കിട്ടിയതിൽ തുടർന്ന ഒരു അന്വേഷണം, ഒരു ജൈനമ്മയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിൽ തുടങ്ങിയ അന്വേഷണമാണ്. ഇപ്പോൾ വീണ്ടും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയതോടെ കേസ് ഒന്നും കൂടി നിർണായകമായിരിക്കുകയാണ്. എന്തായാലും സെബാസ്റ്റ്യനുമായി ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നിലവിൽ വീടിനുള്ളിലെ തെളിവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ പുറത്തിറങ്ങി തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വീണ്ടും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മൃതദേഹാവശിഷ്ടം കൂടി ഇനിയും DNA പരിശോധന ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇത് ആരുടെ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരിക. എന്തായാലും ഇപ്പോൾ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും മൃതദേഹാവശിഷ്ടം ആ ഒരു പള്ളിപ്പുറത്തെ വീടിന് സമീപത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത്. അത് ആരുടേതാണെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അറിയുക. എന്തായാലും ഇത്തരത്തിൽ 3 സ്ത്രീകൾ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസിൽ ഇപ്പോൾ വീണ്ടും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കേസ് എത്രത്തോളം ദുരൂഹമാണ്, അല്ലെങ്കിൽ ആ കേസ് എത്രത്തോളം വലുതാണെന്ന കാര്യത്തിലെല്ലാം തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സെബാസ്റ്റ്യനുമായി നടത്തിയ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇനി ഈ ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ വീണ്ടും കുഴിച്ചു നോക്കേണ്ടതുണ്ട്. കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. JCBയും ഒപ്പം തന്നെ പുല്ലുവെട്ടുന്ന യന്ത്രങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട്. എല്ലാം ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ JCB കൊണ്ട് ആ ഒരു ചതുപ്പ് നിലയത്തിൽ മണ്ണ് മാറ്റിയ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം അല്ലെങ്കിൽ ആ ഒരു അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ചതുപ്പ് നിലയത്തിൽ അധികം ആഴത്തിലൊന്നും തന്നെ കുഴിച്ചിടാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല. കാരണം നമുക്കറിയാം, ആ ചതുപ്പ് നിലയം ഒന്നൊന്നായി കുഴിക്കും തോറും വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ കൂടാനുള്ള ഏറി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആഴത്തിലൊന്നും കുഴിക്കാനുള്ളൊരു സാഹചര്യമില്ല. 3 മീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതിൽ കുറവോ ഒക്കെ കുഴിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ JCBയുമായി ഒറ്റ വട്ടം തന്നെ കൂടി തന്നെ ആ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനിയും നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു അവശിഷ്ടത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. കാരണം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ വിലക്കിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ പോലീസും ഉൾപ്പെടെ ആ ഒരു പ്രദേശത്ത് ഉണ്ട്. അവരെല്ലാം തന്നെ ഒരു നമ്മളെ ഉൾപ്പെടെയുള്ള ആൾക്കാരിനെ അവിടേക്ക് അടുപ്പിക്കുന്നില്ല. എല്ലാവരെയും ആ ഒരു സ്ഥലത്ത് നിന്ന് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ആ മൃതദേഹാവശിഷ്ടം എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എന്താണെന്ന കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്നൊരു മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നു. വീണ്ടും ഒരു മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നു. അതും കൂടി ഇനി DNA പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിലായിരിക്കും നടക്കുക. ഈ ഒരു പരിശോധന ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യനുമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൈനമ്മ, ബിന്ദു, ഐഷ എന്നീ സ്ത്രീകളുടെ തിരോധനവുമായി ബന്ധപ്പെട്ടാണ് കേസ് ഇപ്പോൾ ആ ഒരു പരിശോധനയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ നേരിട്ട് ബന്ധമുണ്ടെന്ന കാര്യത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടത്തിൻ്റെ DNA പരിശോധന ഫലം വന്നു കഴിഞ്ഞാൽ അത് ആരുടേതാണെന്നുള്ള ആ ഒരു കാര്യത്തിൽ വ്യക്തത വരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവശിഷ്ടം കൂടി DNA പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. എന്തായാലും ഈ 3 സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു പരിശോധന തുടരുകയാണ്. എന്തായാലും സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹാവശിഷ്ടം കൂടി കിട്ടിയതോടെ കേസ് ഒന്നും കൂടി നിർണായകമായി മാറിയിരിക്കുകയാണ്. വൃന്ദ, രഞ്ജിൽ, നമ്മൾ തുടക്കം മുതൽ നോക്കുന്നത് ഇത്തരത്തിൽ
സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ ആണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഒരു മൃതദേഹാവശിഷ്ടം കൂടി, വീണ്ടും ഒരു മൃതദേഹാവശിഷ്ടം കൂടി അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ തേടിയാണ് പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം അവിടെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഏതു ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഈ മൃതദേഹാവശിഷ്ടം കിട്ടിയത്, അതോടൊപ്പം തന്നെ കുളം വറ്റിച്ചുകൊണ്ടുള്ള ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഈ വീടിന് ചുറ്റുമാകെ. അത്തരത്തിൽ ഈ ഒരു കുളം അടക്കമുണ്ട്, ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഈ കുളം വറ്റിച്ചുകൊണ്ടുള്ള പരിശോധന, ഒപ്പം തന്നെ വീടിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വീടിനുള്ളിൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം ഉണ്ടോ എന്നതടക്കമുള്ളതിലൊരു പരിശോധന വേണം, അതിലൊരു വ്യക്തത വരണം എന്നുള്ളത് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനായിട്ട് മണ്ണുമാന്തി യന്ത്രമടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കുളം പാറ്റിച്ചും വീടിനുള്ളിലുള്ള പരിശോധനയും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, അതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ രഞ്ജി? തീർച്ചയായും ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് വീടിന് പുറത്താണ്. വീടിന്റെ പുറകുവശത്തുള്ള ഒരു മേഖലയിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ അസ്ഥികൂടം കണ്ടെത്തിയ ആ ഒരു മേഖലയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ അകലെ മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ കുഴിച്ചു നോക്കേണ്ടതുണ്ട്. JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ അവിടെ ഉണ്ട്. അത് കുഴിച്ചു നോക്കിയതിന് ശേഷമായിരിക്കും ഇനി കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. വീടിനുള്ളിലെ പരിശോധനയിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ പുറത്താണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മൃതദേഹം ലഭിച്ച ആ ഒരു പ്രദേശത്തിന് സമീപത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പുരയിടം നിൽക്കുന്നത് 2 ഏക്കർ ഭൂമിയിലാണ്. ആ 2 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ചതുപ്പ് നിലയങ്ങളും അതുപോലെ തന്നെ കുളങ്ങളും, ഒന്നിൽ കൂടുതൽ കുളങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ആ ഒരു കുളങ്ങളെല്ലാം തന്നെ വെട്ടിച്ചതിന് ശേഷമായിരിക്കും അതിൽ പരിശോധന നടത്തുക. ആ ഒരു ചതുപ്പ് നിലയത്തിൽ ഒരു ഭാഗത്താണ് ഇപ്പോൾ കുഴിച്ചിരിക്കുന്നത്. ആ കുഴിച്ചതിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ഭാഗങ്ങൾ കുഴിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ വരും മണിക്കൂറിൽ കുഴിച്ചു നോക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസ് ഏറ്റവും നിർണായകമായി മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നേരത്തെ പോലീസ് അടക്കം പറഞ്ഞിരുന്നു, ഇവിടുന്ന് വീണ്ടും പരിശോധനയ്ക്ക് എത്തുമ്പോൾ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് കേസിൽ ഏറ്റവും നിർണായകമാകുമെന്ന ഒരു കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ പോലീസിന്റെ കണക്കൂട്ടൽ തെറ്റിച്ചില്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. വീണ്ടും മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേസ് അത്രയും സങ്കീർണമായി മാറുകയാണ്. ഈ ഒരു 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ഈ സ്ത്രീകളുടേതാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ആ ഒരു DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഉറപ്പിക്കുക. നിലവിൽ നേരത്തെ ലഭിച്ച മൃതദേഹാവശിഷ്ടം DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അവിടേക്ക് തന്നെയായിരിക്കും ഈ ഒരു മൃതദേഹാവശിഷ്ടവും DNA പരിശോധനയ്ക്ക് അയക്കുക. അതിൻ്റെ എല്ലാം ഫലം വന്നതിന് ശേഷമായിരിക്കും സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു കേസിൻ്റെ നിർണായക വഴിത്തിരിവൊക്കെ ഉണ്ടാവുക. എന്തായാലും ഈ ഒരു പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2006 തുടങ്ങിയ തിരോധാനം, 2024 ലാസ്റ്റ് തിരോധാനം, അങ്ങനെ 4 സ്ത്രീകളുടെ തിരോധാനം. അതിൽ 3 എണ്ണത്തിൽ നേരിട്ട് ബന്ധം, ഒരെണ്ണത്തിൽ നേരിട്ടല്ലാത്ത ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു തിരോധാനവും ഈ കേസുമായി ബന്ധപ്പെടുത്തി പോലീസ് എടുക്കുമ്പോൾ 4 സ്ത്രീകൾക്ക് എന്ത് പറ്റി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീകളുടെ തിരോധാനത്തിൽ നിർണായകമായ ഒരു തെളിവ് അല്ലെങ്കിൽ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ഈ ഒരു മൃതദേഹാവശിഷ്ടം ലഭിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് കാര്യത്തിൽ ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൃതദേഹാവശിഷ്ടവുമായി കൂടുതൽ തെളിവെടുപ്പ് അല്ലെങ്കിൽ ഈ മൃതദേഹാവശിഷ്ടത്തിൻ്റെ കൂടുതൽ പരിശോധനാ ഫലങ്ങളെല്ലാം വന്നാൽ തന്നെ ഇത് ഈ ഒരു സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പ്രതി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ ആണോ എന്ന ചോദ്യത്തിന് ഇനി ഒരു DNA പരിശോധനാ ഫലമൊക്കെ തന്നെ പുറത്തു വന്നാൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു 3 സ്ത്രീകളെ അപായപ്പെടുത്തിയതാണോ അതോ കൊല്ലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും തെളിവെടുപ്പ് നിർണായകമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മൃതദേഹാവശിഷ്ടം ലഭിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന് ആ ഒരു JCB കൂടുതൽ കുഴിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 2 ഏക്കർ ഭൂമിയാണ്. ആ 2 ഏക്കർ ഭൂമിയിൽ ഏതൊക്കെ ഭാഗത്ത് ഇനി കുഴിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചും പോലീസും തമ്മിൽ ചേർന്ന് ഒരു
തീരുമാനമെടുക്കും. എന്തായാലും 2 ഏക്കർ ഭൂമിയിലെ കുളങ്ങളെല്ലാം വറ്റിച്ചും പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലം ഒക്കെ തന്നെ ദുരൂഹത നിറഞ്ഞൊരു പ്രദേശമാണ്. 2 ഏക്കർ ഭൂമി മൊത്തം ആൾതാമസമില്ലാത്തൊരു ഏരിയ, അല്ലെങ്കിൽ ആളുകളുടെ പ്രസൻസ് ഇല്ലാത്തൊരു ഏരിയ, ആരും ഒന്നും അറിയാത്തൊരു ഏരിയ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രദേശമാണ്, കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് ദുരൂഹത ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജൈനമ്മയുടെ തിരോധാനത്തിൽ ജൈനമ്മയെ ലാസ്റ്റ് വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജൈനമ്മയുടെ മൊബൈൽ ടവർ ലാസ്റ്റ് കാണിക്കുന്നത് സെബാസ്റ്റ്യൻ്റെ ഈ പള്ളിപ്പുറത്തെ വീടിന് സമീപമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്ര ഉറപ്പിച്ച് നിൽക്കുന്നത് സെബാസ്റ്റ്യന് പങ്കിനെ കുറിച്ച്. എന്തായാലും ജൈനമ്മയുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ നേരിട്ട് പങ്കുണ്ടെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. ബാക്കി സ്ത്രീകളുടെ കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു 3 സ്ത്രീകളുടെ കാര്യത്തിൽ സെബാസ്റ്റ്യൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ സെബാസ്റ്റ്യൻ പോലീസുമായി സഹകരിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തെളിവെടുപ്പൊക്കെ പൂർത്തിയായ ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ്. ആലപ്പുഴ ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 20ഓളം അസ്ഥി ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ അസ്ഥികൂടം കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വീണ്ടും ഈ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ സെബാസ്റ്റ്യൻ ഈ തെളിവെടുപ്പിനോട് അനുകൂലിക്കുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രതിയുമായി നടത്തിയ പരിശോധനയിലാണ് വീണ്ടും അവശിഷ്ടം കണ്ടെത്തിയത്. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ എന്നതിലടക്കമുള്ള സംശയത്തിലേക്ക് എത്തുന്നതാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അസ്ഥി കണ്ടെത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രഞ്ജിൽ രാജ്.